നമ്മൾ മലയാളികൾ ഇപ്പോൾ ക്രിക്കറ്റ് കാണാൻ ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് സഞ്ജു സാംസണാണ്. അദ്ദേഹം ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇത്രത്തോളം നമ്മൾ മലയാളികൾ ക്രിക്കറ്റ് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കെല്ലാവരും ക്രിക്കറ്റ് ഇഷ്ടമാണ്. ബട്ട് കുറച്ച് നാൾ കൊണ്ട് ക്രിക്കറ്റിൻ്റെ ഒരു ഇത് കുറഞ്ഞ് വന്ന് ഫുട്ബോൾ നല്ല രീതിയിൽ കേരളത്തിൽ ഹൈപ്പ് വന്നിരിക്കുന്ന സാഹചര്യമാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ കൂടുതൽ പേരും അതായത് ക്രിക്കറ്റ് കാണാത്തവർ പോലും ക്രിക്കറ്റ് കാണാനുള്ള കാരണം എന്ന് പറയുന്നത് സഞ്ജു സാംസൺ തന്നെയാണ്. എന്തായാലും സഞ്ജു സാംസണിൻ്റെ കഴിഞ്ഞ ഇന്ത്യൻ ടീമിലെ പ്രകടനം എന്നൊക്കെ പറയുന്നത് വേറെ ലെവലായിരുന്നു. അതുപോലെ കേരള ടീമിലും അദ്ദേഹം മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മാത്രമല്ല, കേരള ടീമും മികച്ച പെർഫോമൻസാണ്. മുംബൈയാണ് അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നത്, അത് കഴിഞ്ഞ് ഗോവയെ പരാജയപ്പെടുത്തി. അങ്ങനെ മികച്ച പ്രകടനം, പോയിൻ്റ് ടേബിളിൽ 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അരുണാചൽ പ്രദേശം താഴെയായിട്ട് നിൽക്കുകയാണ്. ഇതിലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ സഞ്ജു സാംസൻ്റെ T20 കരിയർ ഫുള്ള് കൂടി നോക്കിയാൽ അദ്ദേഹം ഏതാണ്ട് 334 സിക്സറുകളാണ് അടിച്ചിരിക്കുന്നത്. ഇതിലൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ സൂര്യകുമാർ യാദവിൻ്റെയും T20 കരിയർ ഒന്ന് എടുത്തു നോക്കുക, അവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അദ്ദേഹവും 334 സിക്സറുകളാണ് ഇതുവരെ അടിച്ചിരിക്കുന്നത്. എന്തായാലും ഇവർ രണ്ടുപേരും ആ ഒരു കാര്യത്തിൽ ഒരുപോലെ എന്ന് തന്നെ പറയണം. എന്തായാലും കളിക്കളത്തിൽ നല്ലൊരു റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുന്ന രണ്ട് താരങ്ങളാണ് നമ്മുടെ സഞ്ജു സാംസണും അതുപോലെ തന്നെ സൂര്യകുമാർ യാദവും. ഈ ഒരു സ്റ്റാറ്റും കുറച്ച് രസകരം എന്ന് തന്നെ പറയണം.